ഹലോ ഫ്രണ്ട്സ്, ഹോസ്റ്റൽ, അപ്പാർട്ട്മെന്റ്, ലോഡ്ജ്, ഹോം സ്റ്റേ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്മാർട്ട് സ്റ്റേ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. smartappstores.com എന്നാണ് ഇതിന്റെ ഡൊമൈൻ നെയിം. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ പ്രൈസിംഗ് പ്ലാൻസ് അറിയുന്നതിന് പ്രൈസിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രതിമാസം 500 ഇന്ത്യൻ റുപ്പീസ് അല്ലെങ്കിൽ $6 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്ലാൻ. 5 വർഷത്തെ പ്ലാൻ സെലക്ട് ചെയ്താൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ആദ്യമായി ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്, മറ്റുള്ള വിവരങ്ങൾ, യൂസർ നെയിം, പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം രജിസ്റ്റർ നൗ അമർത്തുക. തുടർന്ന് വരുന്ന ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിം, പാസ്വേഡ് അടിച്ച ശേഷം ലോഗിൻ അമർത്തുക. ഇത് ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രൈസിംഗ് പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം മേക്ക് പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്ട്രൈപ്പ് പേയ്മെന്റ് പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം പേയ്മെന്റ് പൂർത്തിയാക്കാം. അപ്പോൾ ഞങ്ങൾ അയച്ചു തരുന്ന ആക്ടിവേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഇതിൽ 14 ദിവസം ഫ്രീ ട്രയൽ ലഭ്യമാണ്. ട്രയൽ വേർഷനു വേണ്ടി കണ്ടിന്യൂ ആസ് ഡെമോ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷന്റെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യമായി ഈ ആപ്ലിക്കേഷനിൽ കാറ്റഗറി, ടാക്സ് ടൈപ്പ്, മീൽസ്, റൂംസ് ആൻഡ് ബെഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നതിനായി മാസ്റ്റർ മെനുവിൽ നിന്നും കാറ്റഗറി സെലക്ട് ചെയ്യുക. തുടർന്ന് കാറ്റഗറി നെയിം എൻ്റർ ചെയ്ത ശേഷം സേവ് അമർത്തുക. ഉദാഹരണത്തിന് സിംഗിൾ ബെഡ് ഷെയറിംഗ്, 2 ബെഡ് ഷെയറിംഗ് തുടങ്ങിയവ. അടുത്തതായി ടാക്സ് ടൈപ്പ് ആഡ് ചെയ്യുന്നതിന് മാസ്റ്റർ മെനുവിൽ നിന്നും ടാക്സ് ടൈപ്പ് സെലക്ട് ചെയ്യുക. തുടർന്ന് ടാക്സ് ടൈപ്പ് GST അല്ലെങ്കിൽ VAT സെലക്ട് ചെയ്ത ശേഷം ടാക്സ് നെയിം, പെർസെൻറ്റേജ് എന്നിവ എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. അടുത്തതായി മീൽസ് ആഡ് ചെയ്യുന്നതിന് മാസ്റ്റർ മെനുവിൽ നിന്നും മീൽസ് സെലക്ട് ചെയ്യുക. തുടർന്ന് മീൽസ് നെയിം, റേറ്റ്, ടാക്സ് ടൈപ്പ് എന്നിവ എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. അടുത്തതായി റൂംസ് ആൻഡ് ബെഡ്സ് ആഡ് ചെയ്യുന്നതിന് മാസ്റ്റർ മെനുവിൽ നിന്നും റൂംസ് ആൻഡ് ബെഡ്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് ആഡ് റൂംസ് ക്ലിക്ക് ചെയ്ത ശേഷം റൂം നെയിം, കാറ്റഗറി, ഫ്ലോർ, ടാക്സ് ടൈപ്പ്, കാഷ് ഡെപ്പോസിറ്റ്, താരിഫ് എന്നിവ എൻ്റർ ചെയ്ത ശേഷം ബെഡ് നെയിമുകൾ ആഡ് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ മെയിൻ ഡാഷ്ബോർഡിൽ താങ്കൾ ആഡ് ചെയ്ത എല്ലാ റൂമുകളും അതിലുള്ള ബെഡുകളും കാണുവാൻ സാധിക്കും. ഈ റൂമിലുള്ള ബെഡിലേക്ക് ഒരു പുതിയ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇവിടെ ന്യൂ അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മെയിൻ മെനുവിലെ അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ ഓപ്പൺ ആകുന്നതാണ്. അതിൽ അഡ്മിഷൻ നമ്പർ, തീയതി, ജോയിൻ ഡേറ്റ് എന്നിവ ഓട്ടോമാറ്റിക് ആയി വരുന്നത് കാണാം. തുടർന്ന് ഗസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, മറ്റു വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തുക. ഗസ്റ്റ് ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. തുടർന്ന് റൂം ആൻഡ് ബെഡ് സെലക്ട് ചെയ്യുക. മീൽസ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗസ്റ്റിന്റെ ID പ്രൂഫുകൾ സെലക്ട് ചെയ്ത് ഫയലുകൾ ആയി അറ്റാച്ച് ചെയ്തു വയ്ക്കാം. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ പ്രിന്റ് ചോദിക്കും. പ്രിന്റ് ആവശ്യമെങ്കിൽ യെസ് അമർത്തുക. അപ്പോൾ ഇതുപോലെ അഡ്മിഷൻ റിസിപ്റ്റ് പ്രിന്റ് ആയി വരുന്നത് കാണാം. ഇപ്പോൾ മെയിൻ ഡാഷ്ബോർഡിൽ അഡ്മിഷൻ എടുത്ത റൂമിലെ കളർ ചേഞ്ച് ആയി വരുന്നത് കാണാം. അതുപോലെ തന്നെ ഗസ്റ്റിന്റെ പേരും അവിടെ കാണുവാൻ സാധിക്കും.
റൂമിലെ സമീപത്തുള്ള ചെറിയ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ്, ജനറേറ്റ് ബിൽ, വെക്കേറ്റ് റൂം തുടങ്ങിയ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഗസ്റ്റിന്റെ കയ്യിൽ നിന്നും മാസവാടക അല്ലെങ്കിൽ ദിവസവാടക വാങ്ങുന്നതിനായി മെയിൻ മെനുവിലെ ബില്ലിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബിൽ നമ്പർ, ബിൽ ഡേറ്റ് ഓട്ടോമാറ്റിക് ആയി വരുന്നത് കാണാം. തുടർന്ന് ഗസ്റ്റിന്റെ നെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ റൂം ആൻഡ് ബെഡ്, മീൽ ടൈപ്പ്, റൂം റേറ്റ്, ഫുഡ് റേറ്റ് ഇൻക്ലൂഡിംഗ് ടാക്സ് എന്നീ വിവരങ്ങൾ എല്ലാം ഓട്ടോമാറ്റിക് ആയി വരുന്നത് കാണാം. തുടർന്ന് ഫീ ടൈപ്പ് മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മന്ത്ലി ആണെങ്കിൽ ഫോർ ദി മന്ത് ആൻഡ് ഇയർ സെലക്ട് ചെയ്യണം. അതായത് ഏത് മാസത്തേക്കുള്ള വാടക ആണ് അടക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ പ്രിന്റ് ചോദിക്കും. പ്രിന്റ് ആവശ്യമെങ്കിൽ യെസ് അമർത്തുക. അപ്പോൾ ഇതുപോലെ ഇൻവോയ്സ് പ്രിന്റ് ആയി വരുന്നത് കാണാം. ചേർത്ത ബില്ലുകൾ കാണുന്നതിനായി സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പലതരത്തിലുള്ള ഫിൽറ്ററേഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡൗൺലോഡ് ടു എക്സൽ ഫയൽ എല്ലാ ബില്ലുകളും പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ബില്ല് ഡിലീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഡെമോൺസ്ട്രേഷനു വേണ്ടി ഒരു പുതിയ അഡ്മിഷൻ ആഡ് ചെയ്യുന്നു. അടുത്തതായി ഡാഷ്ബോർഡിലുള്ള ചില അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് പരിചയപ്പെടാം. ഗസ്റ്റിന്റെ പേര്, മൊബൈൽ നമ്പർ, റൂം നമ്പർ എന്നിവ വെച്ച് ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ അവൈലബിൾ റൂംസിൽ ക്ലിക്ക് ചെയ്താൽ അവൈലബിൾ ആയ റൂംസ് മാത്രം ലിസ്റ്റ് ചെയ്യും. അതുപോലെ ഒക്യൂപൈഡ് റൂംസിൽ ക്ലിക്ക് ചെയ്താൽ ഗസ്റ്റുള്ള റൂംസ് മാത്രം ലിസ്റ്റ് ചെയ്യും. നോട്ട് പെയ്ഡ് റൂംസിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്ത മാസത്തെ വാടക തരാത്തവരുടെ ലിസ്റ്റ് ലഭിക്കും. അതുപോലെ തന്നെ വാടക തന്നവരുടെയും ലിസ്റ്റ് ലഭിക്കുന്നതാണ്. ഈ റിപ്പോർട്ടുകളുടെ എല്ലാം പ്രിന്റ് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അടുത്തതായി ഗസ്റ്റ് റൂം വേക്കേറ്റ് ചെയ്യുമ്പോൾ മെയിൻ മെനുവിലെ റൂം വേക്കേറ്റ് അല്ലെങ്കിൽ റൂം മെനുവിലെ വേക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് റൂം വേക്കേറ്റ് ഫോമിൽ എല്ലാ വിവരങ്ങളും ഓട്ടോമാറ്റിക് ആയി വരുന്നത് കാണാം. തിരികെ നൽകുന്ന ക്യാഷ് ഇൻ ഡെപ്പോസിറ്റ് എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് അമർത്തി പേയ്മെന്റ് വൗച്ചർ പ്രിന്റ് എടുക്കാം. അപ്പോൾ ഡാഷ്ബോർഡിൽ ആ റൂം വേക്കേറ്റ് എന്നായി മാറുന്നത് കാണാം. അടുത്തതായി ഈ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യാം എന്ന് പരിശോധിക്കാം. അതിനായി മെയിൻ മെനുവിലെ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡേറ്റ് റേഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. MOP അഥവാ മോഡ് ഓഫ് പേയ്മെന്റ് എന്നാൽ ക്യാഷ് അക്കൗണ്ട്, ഗൂഗിൾ പേ, കാർഡ് പേയ്മെന്റ് തുടങ്ങിയവ. ഓപ്പണിംഗ് ബാലൻസ് എന്നാൽ തുടക്ക ദിവസത്തെ അക്കൗണ്ട് ബാലൻസ് എന്നാണ്. അഡ്മിഷൻ, ബില്ലിംഗ്, റൂം വേക്കേറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയി വരുന്നത് കാണാം. അടുത്തതായി പേയ്മെന്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വൗച്ചർ ഡേറ്റ്, വൗച്ചർ നമ്പർ ഓട്ടോമാറ്റിക് ആയി വരുന്നത് കാണാം. ഉദാഹരണമായി ജീവനക്കാരന് സാലറി കൊടുക്കുന്നതിനായി അക്കൗണ്ട് നെയിം എന്ന ഭാഗത്തുനിന്നും വേജസ് ആൻഡ് സാലറി എന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് പേയ്മെന്റ് എമൗണ്ട്
നരേഷൻ എന്നിവ എൻ്റർ ചെയ്ത ശേഷം സേവ് അമർത്തുക. ഇപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡേ ബുക്കിൽ ലിസ്റ്റ് ആയതു കാണാം. അടിയിലായി ടോട്ടൽ റെസിപ്റ്റ്, ടോട്ടൽ പേയ്മെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ് എന്നിവ കാണാം. ഡേ ബുക്ക് പ്രിൻ്റ് എടുക്കുന്നതിനായി സൈഡ് മെനുവിലെ പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷനിൽ കസ്റ്റമൈസേഷൻ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്ക്, ഞങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരവും വളരെ എളുപ്പത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു മുതൽക്കൂട്ടാകും. പുതിയ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.